വടക്കാഞ്ചേരിയുടെ പ്രധാന വിഷയം ഇവിടുത്തെ ഒരു ട്രാഫിക് ബ്ലോക്കും ഗതാഗതക്കുരുക്ക് അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശമുണ്ടോ? വടക്കാഞ്ചേരിയുടെ പ്രധാന പ്രശ്നം ട്രാഫിക് ബ്ലോക്കിനേക്കാൾ ഉപരി വടക്കാഞ്ചേരിയുടെ വികസനത്തെ കൃത്യമായി സപ്രസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കണം, ഇപ്പോൾ പാലം കടന്നാൽ ഓട്ടുപാറ സെൻറ്റർ വരെ നിങ്ങൾ ഒരു 30 കൊല്ലം മുൻപ് നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം വാഹനത്തിരക്ക് കൂടിയിട്ടുണ്ട്. കടകളിൽ ACP പാനൽ ഉണ്ടായിട്ടുണ്ട്. ചില കടകളിൽ നല്ല ഞാത്തിയിടുന്ന ലൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടുപുറകിലുള്ള മേഖല, ഇപ്പുറത്തെ മേഖല, ഈ റോഡ് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ബിൽഡിംഗ് പരമായിട്ട് വന്നു. വടക്കാഞ്ചേരിക്ക് വികസനം ഉണ്ടായിട്ടില്ല. വടക്കാഞ്ചേരിയുടെ മുഖത്തെ മിനുക്കാൻ ഇവർ സാധിച്ചിട്ടില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ അന്നാന്നത്തെ കാര്യം നടത്താനായിട്ട് ഈ മുഖത്ത് എന്തും പൗഡർ ഇടും, എന്നിട്ട് കറുപ്പ് മറയ്ക്കും. ഇപ്പോൾ വികസനത്തെ സൂത്രപ്പണി വെച്ച് മറച്ചതുകൊണ്ടായില്ല, മറിച്ച് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ബൈപ്പാസ് ചെയ്യണം. മേൽപ്പാലം വരികയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രവിവേട്ടൻ, ഞങ്ങൾക്കവിടെ രവിവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ തല്ലൂട്ടാം. കാരണം ഞാൻ നേരം വൈകി എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിക്കും. കാരണം ഞാൻ ഗേറ്റിൽ കിടക്കും. ഇനി അപ്പുറത്ത് കൂടെ പോകാമെന്ന് പറഞ്ഞാൽ ആ ഗേറ്റിൽ ഞാൻ കിടക്കും. എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിൻ്റെ ബഹുമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ MLA ഉണ്ടായിരുന്നല്ലോ, ബഹുമാനായിട്ടുള്ള CPMൻ്റെ MLA 5 വർഷം ഉണ്ടായിരുന്നല്ലോ, അതിന് മുൻപും MLA മന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ 50 കൊല്ലം വേണം മേൽപ്പാലം പണിയാൻ, 25 കൊല്ലം വേണം മേൽപ്പാലം പണിയാൻ, 5000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ 1.5 കൊല്ലം കൊണ്ട് പണിയില്ലേ? ഇവർക്ക് ടെൻഡർ വിളിക്കാറ് നടപടി വേണ്ട, 2 കൊല്ലം പിടിച്ചോ, ഒരു 3 കൊല്ലം പിടിച്ചോ? എൻ്റെ കാലം ഇത്രയായിട്ട് ഇന്നും നമ്മുടെ ആളുകൾ ഈ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കേണ്ടി വന്നു. എൻ്റെ മേൽപ്പാലം പണിയാൻ നമുക്ക് സാധിക്കാത്ത? സെൻട്രലിലും ഇവിടെയും ഒരേ സർക്കാർ വന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? 8 മന്ത്രിമാരുണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? എന്താ ഇവർക്ക് സാധിക്കാത്ത? അപ്പോൾ വടക്കാഞ്ചേരി ഇവർക്കൊരു കനവല്ല. ജനങ്ങളെ ഓഫറിട്ട് പറ്റിച്ചോളാമെന്ന് ഇവർ പഠിച്ചിട്ടുണ്ട്. ആ ഓഫർ കേട്ട് പറ്റിക്കാൻ നിന്നു കൊടുക്കുന്നിടത്താണ് ജനം തലകുലിക്കേണ്ടി വരുന്നത്. ഭരിക്കുന്നവൻ്റെ തന്ത്രമാണ് ഭരിക്കപ്പെടുന്നവനെ അറിവിൽ നിന്നും വികസനത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത്.